ഇത് ഈ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഭാഗത്തുള്ള സകല കുന്നുപിടിച്ച് നിരപ്പാക്കണം. അല്ലാതെ എന്തായാലും വിമാനം ഓടിക്കുമ്പോൾ കയറി ഇറങ്ങി പറ്റത്തില്ലല്ലോ, ഒറ്റ ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരുപാടൊരു പ്രകൃതി നാശം ഇതിനെ തുടർന്നുണ്ടാവും. എന്നിട്ട് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാവും. ചുരുക്കത്തിൽ ഇപ്പം തന്നെ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ ടൗൺഷിപ്പും അവിടെ മുഴുവനും ശബ്ദായമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അനുഭവിച്ച് തന്നെ അറിയാൻ പോവുകയാണ്. കാരണം തീരുമാനങ്ങളെല്ലാം എടുക്കുകയും ഈ ഭൂമിയെല്ലാം എടുക്കുകയൊക്കെ അക്വയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്നു കേന്ദ്രത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ മന്ത്രാലയം ഇതിനെ അനുമതി കൊടുക്കുകയില്ല എന്ന് ഞാൻ മനസ്സാലെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതോടുകൂടി ഹിന്ദുക്കൾക്ക് ഒരുപാട് ഗുണമുണ്ടാകുമെന്നാണ് ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. തിരിച്ചാണ്. ഹിന്ദുക്കൾക്ക് വളരെ ദോഷം വരാൻ പോകുന്ന ഒരു സംഗതിയാണ് ഈ വരുന്ന അവിടെ എയർപോർട്ട് കെട്ടുക എന്ന് പറയുന്നത്. ഇത്രയും സ്ഥലമുണ്ടെങ്കിൽ നമുക്കത് ഈ ഭൂമിയില്ലാത്തവർക്ക് പതിച്ചു കൊടുത്തൂടെ എന്നിങ്ങനെ നമ്മുടെ ഒരു വിഡ്ഢി വിചാരമാണ്. വിമാനത്തിൽ കയറാൻ അവിടെ ആളൊന്നുമില്ല, എന്തായാലും ഇല്ല. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഉറക്കെ പറഞ്ഞാൽ കുഴപ്പമാണ്. കാരണം പിന്നെ നാടിൻ്റെ പുരോഗതിയിൽ ഒരു പുതിയ എയർപോർട്ടല്ലേ വരുന്നത്. ഇനി എല്ലാവരും നടക്കേണ്ട ആവശ്യമില്ല, എയർ ട്രാവൽ ചെയ്താൽ മതി എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ല, വളരെ ദോഷകരമാണ് ഇത്. ഇത്രയും അത്യാസന്നമായ നിലയിൽ പോലും അതിനെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് നല്ല 4 എയർപോർട്ടുകൾ കേരളത്തിലുണ്ട്. ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് 4 എയർപോർട്ടുകൾ. കണ്ണൂർ എയർപോർട്ടിലേക്ക് വേണ്ടത്ര ഫ്ലൈറ്റ്സ് വിമാനങ്ങൾ പോകുന്നില്ല. അവിടേക്ക് പോകാൻ ഈ അന്തർദേശീയ തലത്തിലുള്ള വിമാനങ്ങൾ വരുന്നില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മളിനി 5ാമത്തെ എയർപോർട്ട് കെട്ടാൻ പോകുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ സംഗതിയാണ്. ഈ പരിസ്ഥിതിയെപ്പറ്റി പറയുമ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ആലോചിച്ചു പോയെന്നേ ഉള്ളൂ. ദയവായിട്ട് എനിക്ക് യാതൊരു എതിരുമില്ല ഇതിനെപ്പറ്റി. എനിക്ക് വ്യക്തിപരമായ യാതൊരു താല്പര്യങ്ങളുമില്ല. പക്ഷേ ഒരു പൗരനെന്നുള്ള നിലയിൽ അങ്ങേയറ്റത്തെ ആശങ്കകളുണ്ട് ഇങ്ങനെ ഒരു സംരംഭത്തിൽ. യാത്രക്കാരില്ല അവിടെ. എന്തായാലും ശബരിമലയിൽ നിന്ന് പിന്നെ ഇൻ്റർനാഷണൽ ട്രിപ്പോ അല്ലെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് ഒരു ശബരിമല പോകാൻ പോകുന്ന ഒരാൾ അവിടെ പോയി 2 മണിക്കൂർ പിന്നെ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ മുമ്പേ അവിടെ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തിട്ട് 20 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെത്താനുള്ള ഫ്ലൈറ്റിൽ കയറേണ്ട ആവശ്യമുണ്ടോ? അയാൾ നേരെയാക്കി പോയാൽ പോരെ. ശരിക്കും നമുക്ക് വേണ്ടത് നല്ല റോഡുകളാണ്, നല്ല വീതിയുള്ള റോഡ്, നല്ല സുരക്ഷിതമായിട്ടുള്ളത്. ശബരിമല പോകുന്നവർക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ഇതൊക്കെയാണ് വേണ്ടത്.